കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണക്കാലത്തിൻ്റെയും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഒരു പൊന്നിൻ ചിങ്ങം കൂടി. കാളയും കലപ്പയും കർഷകൻ ചൂടും തൊപ്പിപ്പാളയും പോയാൽ പിന്നെ ഭൂമി സർവം മരുഭൂമി. മലയാളത്തിൻ്റെ പ്രിയ കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ വരികളാണിത്. കർഷകൻ്റെ ഇടപെടൽ ഇല്ലെങ്കിൽ മനോഹരമായ ഈ ഭൂമി മരുഭൂമിയായി തീരും. കർഷകൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. അതിരുകാക്കുന്ന യോദ്ധാവും കതിരുകാക്കുന്ന കർഷകനും നാടിനെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. കൃഷിയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി ഞങ്ങൾ മാത്തൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനായ ശ്രീ അരവിന്ദാക്ഷൻ അവർകളുമായി അഭിമുഖം നടത്തി. 2007-2013 വർഷങ്ങളിലെ മികച്ച കർഷകനുള്ള നാഷണൽ അവാർഡ് ജേതാവാണ് അദ്ദേഹം. 2007 മികച്ച ഇനം ചെറുവിത്തുകളുടെ ഉൽപ്പാദനത്തിനും 2013 വ്യത്യസ്ത ഇനം വിത്തുകളുടെ ശേഖരണത്തിനുമായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന ശ്രീ ശരത് പവാറിൽ നിന്നുമാണ് അദ്ദേഹം അവാർഡ് സ്വീകരിച്ചിരുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനുമായി വേദി പങ്കിടുവാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. കൃഷിയിലേക്ക് തിരിച്ചു വരുവാനും മണ്ണിലിറങ്ങി പണിയെടുക്കുവാനും അങ്ങനെ പഴമയുടെ പുണ്യം നേടുവാനും നാം ഓരോരുത്തർക്കും കഴിയട്ടെ. ജയ് ജവാൻ, ജയ് കിസാൻ. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീവൻ കാറ്റിൽ ഇടഞ്ഞാറിൻ നിലയാടും